വിശദമായ വാർത്തകളിലേക്ക്. പാലുൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി ചൂനാട്ട് നടന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP മികച്ച ആപ്കോസ് സംഘങ്ങളെ ആദരിച്ചു. വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 2 ദിവസങ്ങളിലായി ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം നടന്നത്. ചൂനാട് അമ്പാടി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിന്റെ ഭാഗമായി ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. 2ാം ദിവസം നടന്ന ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതി ഉദ്ഘാടനവും മന്ത്രി ചിഞ്ചുറാണി നിർവഹിച്ചു. കേരളം പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണെന്നും ഉൽപാദനം 10% കൂടി വർദ്ധിക്കുന്നതോടെ നമുക്ക് ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമുക്കറിയാം പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ 90% പാല് അതിൻ്റെ ഉൽപാദനക്ഷമതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ ഏകദേശം 10% മാത്രമാണ്. പക്ഷേ അത് സംഘത്തിലൂടെ പാലെടുക്കുന്ന മിൽമയുടെ കണക്ക് മാത്രമാണ് ഞാൻ ഈ 90% പറഞ്ഞത്. കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ ഒരുപാട് ഫാമുകൾ, നമ്മുടെ ഗവൺമെൻറ് ഫാമുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ 1000കണക്കിന് ലിറ്റർ പാലുകൾ ഫാം ഫ്രഷ് എന്ന നിലയ്ക്ക് നമ്മുടെ വിപണികളിൽ എത്തിക്കുകയാണ്. ജംഗ്ഷനുകളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് ആ പാല് തീരുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഫാമിൽ ഞാൻ ചെന്നു. അവിടെ ഞറുക്കെടുപ്പിലൂടെയാണ് 1500 പേർക്ക് അവിടുന്ന് പാല് വേണം. അപ്പം പിന്നെ 1500 പേർക്ക് അവർ കൊടുക്കാൻ പറ്റുന്നില്ല. അവരെന്തോ ചെയ്യുന്നു പറഞ്ഞാൽ 1500 പേരെയും എടുത്തുകൊണ്ട് അവരൊരു ഞറുക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് 500 പേരെയാണ് തെരഞ്ഞെടുത്തത്. മികച്ച ക്ഷീരകർഷകരെ ആദരിക്കലും ക്ഷീരസംഘങ്ങൾക്കുള്ള സോളാർ പദ്ധതിയുടെ അനുമതി പത്ര വിതരണവും മന്ത്രി നിർവഹിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ മികച്ച ആപ്കോസ് ക്ഷീരസംഘങ്ങളെ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. ചടങ്ങിൽ മികവ് തെളിയിച്ച സംഘങ്ങൾക്ക് ആദരവും വിവിധ പദ്ധതികളിലെ ധനസഹായങ്ങളുടെ വിതരണവും നടന്നു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N മോഹൻകുമാർ, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, മെൽമ ചെയർമാൻ മണി വിശ്വനാഥ്, ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ N രവീന്ദ്രൻ, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് അംഗം B അൻസാരി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ക്ഷീരസംഘം ഭാരവാഹികൾ, ജനറൽ കമ്മിറ്റി ചെയർമാൻ മേത്തുണ്ടിൽ ബാബു, ജനറൽ കൺവീനർ നിഷ V ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.